ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോൾഡൻ ഫോർക്ക്. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ട മസാല ഗ്രേവിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ 8 മുട്ട പുഴുങ്ങിയെടുത്തതാണ്. നമുക്ക് എത്രയാണ് ആവശ്യം അത്ര എടുക്കാം. 4 ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 തക്കാളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ ഇഞ്ചി ചതച്ചത് 1 കഷ്ണം, 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ വീതം മുളക് പൊടി, ഇറച്ചി മസാലപ്പൊടി, കുരുമുളക് പൊടി എന്നിവ എടുക്കുക. പിന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്ക് ഈ ഇറച്ചി മസാലപ്പൊടിക്ക് പകരം നമുക്ക് വറുത്ത മല്ലിയും യൂസ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇനി ഞാനിത് ഇവിടെ 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് വഴറ്റി നോക്കുക. പച്ചമണം മാറിയാൽ നമുക്ക് തക്കാളി കൂടി ഇതിലിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുമ്പോൾ ഈ മസാലപ്പൊടികളും ഉപ്പും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റുക, നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ലൊരു ബ്രൗൺ കളറാകുന്നവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇതുപോലെ നല്ല കളറായിട്ട് വരും. നമുക്ക് ഇതിലേക്ക് ഈ മുട്ടയും തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ നല്ല ലൂസുള്ള ഗ്രേവിയാണ് ആവശ്യമെങ്കിൽ അങ്ങനെ മതി. ഞാൻ കുറച്ച് തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് 2 സ്പൂണ് കോൺഫ്ലവറിൽ 1 കപ്പ് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് തിക്കാവുന്നത് വരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് കറിവേപ്പില എടുത്തിട്ട് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ മുട്ട മസാല ഗ്രേവി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.